ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച രാവിലെ ആരന് 11 തൊട്ട് 12 വരെ എല്ലാ ശനിയാഴ്ചയും വയലിൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതും കഴിഞ്ഞ് എനിക്ക് ഡോക്ടറെ 10 ദിവസത്തെ മരുന്ന് കഴിച്ചിട്ട് ചെക്കപ്പിന് ചെല്ലേണ്ട ദിവസം, അപ്പം അതും കാണിച്ചിട്ട് തെങ്ങണായിൽ കഴിഞ്ഞ ദിവസം സാരി എടുക്കാൻ ചങ്ങനാശ്ശേരി പോയില്ലേ. എനിക്ക് 3 അനിയത്തിമാരല്ലേ, അതിൽ രണ്ടാമത്തെ അനിയത്തി ചങ്ങനാശ്ശേരിയല്ലേ, തെങ്ങണ. അപ്പോൾ അവിടെ പെട്ടെന്നൊന്ന് പോകേണ്ടി വന്നു. കാരണം എന്നാ വെച്ചാൽ രാവിലെ അനിയത്തി വിളിച്ച് പറഞ്ഞ് 10 ദിവസമായി അമ്മായിച്ചൻ പെട്ടെന്ന് വീണിട്ട്, അത് കണ്ണ് ചെറുതായിട്ട് കാണാൻ മേലാത്ത 86 വയസ്സ്. അപ്പം തന്നെ വീട്ടിൽ നിന്ന് ചോറ് വിളമ്പാൻ മമ്മി അങ്ങോട്ട് അടുക്കളയിൽ പോയപ്പോൾ തന്നെ ഇറങ്ങി സ്റ്റെയർ കേസ് വഴി കയറി ടെറസിൻ്റെ മേളിൽ കയറി. മമ്മി ചോറ് വിളമ്പിയിട്ട് വന്നപ്പോൾ ആളില്ല. മമ്മി അവിടെ എല്ലാം നോക്കി എന്നിട്ട് കയറി പിന്നെ പുറത്തിറങ്ങി നോക്കുമ്പോൾ ദാണ്ട് കിടക്കുന്ന ടെറസേ നിൽക്കുന്നു. അയ്യോ അച്ചായ അതെന്നാ കാണിച്ചേ, ബാ ഇങ്ങോട്ട് പതുക്കെ ബാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി വെപ്രാളത്തിന് മമ്മി കണ്ടല്ലോ എന്നോർത്ത് മമ്മി വിളിച്ചപ്പം വെപ്രാളത്തിന് ആ സ്റ്റെയറിൻ്റെ ഒരു സ്റ്റെപ്പ് കാണാതെ കാലെടുത്ത് വെച്ച് താഴെ വന്ന് കിടന്ന് കൈ ഒടിഞ്ഞ്, ഒടിഞ്ഞു, കാലൊടിഞ്ഞു. ഇപ്പം താണ്ട പിന്നെ കട്ടിലെ കിടപ്പ, ചെവി കേൾക്കാൻ, കണ്ണ് കാണാൻ പറ്റില്ല. ഇന്നാളിതുപോലെ ബാത്റൂമിലൊന്ന് തലയടിച്ച് വീണതാണ്. അപ്പം കണ്ണിൻ്റെ കാഴ്ച അടിച്ചു പോയതാണ്. അല്ലെ ഒരു കുഴപ്പമില്ലാതെ പയറുപോലെ നടന്ന മനുഷ്യന്. എന്നിട്ടിപ്പം വേണ്ട ഞങ്ങളോട് വിളിച്ച് അനീത്തി പറഞ്ഞ് 10 ദിവസമൊക്കെ ആയെന്നൊന്നും അവൾ പറഞ്ഞില്ല. ഞങ്ങളോർത്ത് ഇന്നലെ രാവിലെ സംഭവിച്ചാന്നോർത്ത് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ആരൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് അനീത്തി തെങ്ങണായിൽ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്, ഫ്ലോർ മാനേജറായിട്ട്. ആദ്യം ബില്ലിംഗ് ആയിരുന്നു, അത് കഴിഞ്ഞ് അവൾ ഫ്ലോറിൽ പർച്ചേസ് ആൻഡ് സെയിൽസ്, അതിൻ്റെ അതായത് സ്റ്റോക്ക് ക്ലിയറൻസും അപ്പോൾ അതുമെല്ലാം നോക്കുന്ന ഈ ഫ്ലോറിലെ ഫുൾ സ്റ്റോക്ക് എടുക്കണം. പിന്നെ അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കണം, അതെല്ലാം സ്റ്റോക്ക് എടുക്കണം, അങ്ങനത്തെ അതിൻ്റെ ആളാണ്. അപ്പം അവിടെ യൂണിഫോം ഒക്കെ ഇട്ട് നിൽപ്പുണ്ട്. ഞങ്ങൾ വരുമെന്ന് ഓർത്തില്ല. ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന ഓർത്തേ, തറവാട്ടിലോട്ട്, പക്ഷേ ഇവിടെ ചെല്ലുമെന്ന് ഓർത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് അച്ചായൻ അതെ ഓടി വരിക. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് എടുത്തു. എന്നിട്ട് ഞങ്ങളോടിങ്ങനെ അച്ചായൻ പെട്ടെന്ന് വീണു, വരണം കാണണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്ന് ഫ്രൂട്ട്സൊക്കെ അവിടെ നിർത്തി. തെങ്ങണ ജംഗ്ഷനിലാണ് ഈ സൂപ്പർ മാർക്കറ്റ്. ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ പോയി. ഇവളുടെ വീട് പൂട്ടിയിട്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ചെന്ന സാരി എടുക്കാൻ നേരം ചെന്ന വീട്. പിന്നെ ഇതാ തറവാട്, തൊട്ട് താഴെ തന്നെയാണ് തറവാട്. ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഇവിടെ കയറിയില്ല. മമ്മി എന്നെ കണ്ടപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. മമ്മിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. മമ്മി മറ്റേ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ ലോലോലിയുണ്ട്. അപ്പോൾ അതേൽ ലോലോലിക്കൊക്കെ വലിയ കുപ്പിക്കകത്തിട്ട് എനിക്ക് വെച്ചേക്കും എല്ലാ വർഷവും. എന്നിട്ട് നല്ല മീൻകറി കൂട്ടി ചോറ് ഞാൻ ചെല്ലുമ്പോഴേ തരും. ഏത് സമയത്ത് ചെന്നാലും മോളെ മീൻകറി ഉണ്ട്, ആ ചോറിനാന്ന് പറഞ്ഞ് എന്നെ ഉണ്ണിച്ചട്ടി വിടുവോളൂ. അങ്ങനത്തെ മമ്മിയാണേ, പാവമാണ്. എന്നിട്ട് മമ്മി എന്നെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. ജോമോള് കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടെ വന്നില്ലല്ലോ, ഞാൻ നോക്കിയിരിക്കുമായിരുന്നു, മോശമായിപ്പോയെന്നൊക്കെ പറഞ്ഞ് ഞാൻ സോറിയൊക്കെ പറഞ്ഞു. അച്ചായൻ കിടക്കുന്ന കണ്ടോ, ഭയങ്കര കഷ്ടമാണ്. കണ്ണ് കാണാൻ മേല, തന്നെ ഇറങ്ങിപ്പോയിട്ടേ. 84 86 വയസ്സ് കണ്ട കിടക്കുന്നത്. ഇത് ഞങ്ങൾ പിന്നെ അവിടുന്ന് ചോറുണ്ണാൻ പറഞ്ഞിട്ടുണ്ടില്ല. ഞങ്ങളെ ഉച്ച സമയത്ത് നമ്മൾ ചെന്നിട്ട് ഒരു വീട്ടിൽ നിന്ന് ചോറുണ്ണുകയെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ ചോറുണ്ടിട്ടാണ് വന്നതെന്നൊക്കെ കള്ളം പറഞ്ഞ് ചായ പോലും ഇടിയിച്ചില്ല ഞങ്ങൾ. മമ്മി ഈ അച്ചായനെയും കൊണ്ട് ബുദ്ധിമുട്ടുമ്പോഴേ മരുമകൾ, അതായത് സ്മിതയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഭാര്യ സൗദി നേഴ്സാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അനിയനാണ് അധ്യാപകന്. വീട്ടിൽ ഈ അച്ചായനും അമ്മയും തന്നെയേ ഉള്ളൂ. അനിയൻ്റെ പിള്ളേർ സ്കൂളിൽ പോകും. അങ്ങനെ ബുദ്ധിമുട്ടുന്നിടത്ത് നമ്മൾ
ബുദ്ധിമുട്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ചായ പോലും വെക്കാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ തിരിച്ചു വന്നപ്പം ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചു. എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടിൽ ഇവർ 3 വർഷം കൂടിയാണ് വരുന്നത്. ഞാൻ അങ്ങോട്ട് പോകാത്തതുകൊണ്ട് അവരിങ്ങോട്ടും വരത്തില്ല. പക്ഷേ ഇന്നലെ എൻ്റെ പുതിയ പ്ലാവയിലെ ചക്ക മൂത്തോന്നറിയാൻ ഞാൻ പറഞ്ഞു ഒന്ന് വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ അവരുടെ വാശിയൊക്കെ കളഞ്ഞ് വന്നു. പക്ഷെ തിരിച്ചവരെ വീട്ടിൽ കൊണ്ട് ഞാൻ ഓട്ടോയെ വിട്ടേ. അപ്പോൾ ഞാൻ കയറിയില്ല. ഫാദർ അപ്പോൾ ചിരിച്ചുകൊണ്ട് അങ്ങ് പോയി. ഫാദറിനറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടൊരു കാര്യം. അപ്പം അമ്മയും ചിരിച്ചു. നീ എപ്പോഴേലും വാ എന്നൊക്കെ. ഓട്ടോക്കാരനും ചോദിച്ചു കയറുന്നില്ലേ. ഞാൻ പറഞ്ഞു അതിനൊക്കെ ഒരു കാര്യമുണ്ട്, ഞാൻ പിന്നെ പൊക്കോളാമെന്ന് പറഞ്ഞ് അങ്ങനെ രസം. അത് ചുമ്മാ ഒരു തമാശ ആയിട്ട് ഞങ്ങൾ വേറൊന്നും നിങ്ങൾക്ക് തോന്നണ്ട. ഇനിയിപ്പം അതൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ ഞാൻ. അങ്ങനെ ഇരിക്കുക. പിണക്കവും വഴക്കമൊന്നുമല്ല കേട്ടോ. ഞങ്ങളൊരു തമാശ. 3 വർഷമായി ഞാനും കയറിയിട്ട്. ഇവരിപ്പം 3 വർഷം കൂടി വന്നു ഇവിടെ. ഭയങ്കര സന്തോഷമായിരുന്നു. പുതിയ കിണർ പണിതിട്ടൊന്നും വന്നില്ലായിരുന്നു. വാശിയിലിരിക്കുകയായിരുന്നു. എന്തായാലും വന്നു, സന്തോഷമായി. ചക്ക മൂത്തില്ല കേട്ടോ, എന്നോട് പറഞ്ഞ് മൂത്തില്ല എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും സന്തോഷമായി. അങ്ങനെ പിരിഞ്ഞു. ഓക്കെ, ബൈ, താങ്ക് യു.